ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. താൽക്കാലിക VC നിയമനവുമായി ഗവർണർ മുന്നോട്ട്. ഡിജിറ്റൽ KTU VC-മാരെ നിയമിച്ചു. സിസ തോമസിനും K ശിവപ്രസാദിനും വീണ്ടും നിയമനം നൽകിക്കൊണ്ട് രാജ്ഭവൻ ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചെന്നുണ്ട്. പ്രശാന്ത്, സുപ്രീം കോടതി ഗവർണർക്ക്, ചാൻസലർക്ക് അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കിയത് ഇന്നലെയാണ്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് രാജ്ഭവൻ എന്ത് പ്രതികരണം നടത്തുന്നു? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഗവർണർക്ക് അനുകൂലമായ വിധി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു. അതായത് താൽക്കാലിക ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക VC-ആയി ഡോക്ടർ സിസ തോമസിനും അതുപോലെ KTUവിന്റെ താൽക്കാലിക VC-ആയി K ശിവപ്രസാദിനും തുടരാം എന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഈ താൽക്കാലിക VC-മാർ തുടരുന്നതിനൊപ്പം തന്നെ പുതിയ VC-യെ കണ്ടെത്തണം എന്ന നിർദ്ദേശവും സുപ്രീം കോടതി ഗവർണർക്ക് നൽകിയിരുന്നു. ഈ ഉത്തരവിന്റെ പിന്നാലെയാണ്, ഈ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് ഗവർണർ രാജ്ഭവൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ രണ്ട് VC-മാരെ, അതായത് സിസ തോമസിനും അതുപോലെ തന്നെ സിസ തോമസിനെയും K ശിവപ്രസാദിനെയും 6 മാസത്തേക്ക് ഡിജിറ്റൽ സർവകലാശാലയിലും KTUവിലും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്, വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാർ നേരത്തെ ഒരു പാനൽ നൽകിയിരുന്നു. ഈ രണ്ട് സർവകലാശാലയിലേക്കും സർക്കാർ 2 തവണയായി ഒരേ പാനൽ തന്നെയാണ് നൽകിയിരുന്നത്. ഈ പാനൽ തള്ളിക്കൊണ്ടാണ് ഗവർണർ നേരത്തെ തീരുമാനിച്ചിരുന്ന താൽക്കാലിക VC-ആയി നിയമിച്ചിരുന്ന ഈ സിസ തോമസിനെയും ശിവപ്രസാദിനെയും തന്നെ തുടർന്നും 6 മാസത്തേക്ക് കൂടി താൽക്കാലിക VC-മാരായി നിയോഗിച്ചിരിക്കുന്നത്. ഇനി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ സ്ഥിരം VC-യെ കണ്ടെത്തുന്ന നടപടിയിലേക്കും ഗവർണർ കടക്കും എന്ന് തന്നെയാണ് അടുത്ത ഘട്ടം. പ്രശാന്ത് കൃഷ്ണയാണ് വളരെ പ്രധാനപ്പെട്ട പുതിയ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. താൽക്കാലിക VC നിയമനവുമായി ഗവർണർ മുന്നോട്ട് പോവുകയാണ്. ഡിജിറ്റൽ KTU VC-മാരെ നിയമിച്ചുകൊണ്ട് സിസ തോമസിനെയും K ശിവപ്രസാദിനെയും വീണ്ടും നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമാണ് രാജ്ഭവൻ സുപ്രീം കോടതി ഉത്തരവിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്.